ഹലോ ഗൈസ്, ഇന്ന് നമ്മളിതേ പോകുന്നത് ഇവിടുത്തെ മേള കാണാനായിട്ടോ. നമ്മുടെ നാട്ടിലെ ഓണച്ചന്തയൊക്കെ എന്ന് പറയുന്ന പോലെയൊക്കെ ഇവിടെ ദീപാവലിക്കാണ് മേള ഒരുങ്ങുന്നത്. അപ്പോൾ ഇവരുടെ അക്കാഡമിയിൽ തന്നെയാണ് മേള ഒരുക്കിയിട്ടുള്ളത്. നമ്മളിങ്ങനെ എല്ലാം കാണാനായിട്ട് പോകുമായിരുന്നു. യൂഷ്വലി ഉള്ള പടക്കങ്ങളും കമ്പിത്തിരികളും മറ്റ് തീ കൊളുത്ത പ്രോഡക്റ്റുകളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ്സ് ആണ് ഇവരുടെ സ്പെഷ്യൽ ഐറ്റം. സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നാണ് വിറ്റ് പോകുന്നത്. ഇവിടെ എല്ലാവരും പെട്ടെന്ന് തന്നെ വന്ന് വാങ്ങിക്കും. അതിൽ നിന്ന് ഗുലാബ് ജാമുൻ ഞങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മോന് വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗെയിംസിലോട്ടായിരുന്നു. ഇവിടെ കുറേ ഗെയിം ഐറ്റം ഉണ്ടായിരുന്നു. എവിടെ പോയാലും ഗെയിം ഐറ്റം ഉണ്ടാവുകയുള്ളൂ. പിന്നെ വെറൈറ്റി ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ബക്കറ്റിനകത്ത് വള വെച്ചിട്ട് അതിനകത്ത് ഇറക്ക് നാണയം ഇടണം. അതായിരുന്നു ഒരു ഗെയിം. പിന്നെ ഉള്ളത് സ്റ്റാൻഡ് ബോട്ടിൽ ഗെയിമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു കമ്പിനകത്ത് കയറ് വെച്ചിട്ട് ഇങ്ങനെ ബോട്ടിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് ആ കമ്പ് ഉപയോഗിച്ചിട്ട് തന്നെ അതിനെ സ്റ്റാൻഡ് ചെയ്ത് നിർത്തണം. അതായിരുന്നു ഗെയിം. പിന്നെ ഈ മേള നമ്മുടെ കൂട്ടല്ല, ഒരു ദിവസമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവരുടെ വെപ്പൺസൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പബ്ലിക്കിന് കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അവരുടെ പിസ്റ്റൾസും ഗൺസും അങ്ങനെ കുറേ വെപ്പൺസ് നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂട്ടൊന്നും അത്ര വലിയ കളക്ഷൻസ് ഒന്നുമില്ല. ഈ കാണുന്നത് മാത്രമാണ് അവരുടെ ഡ്രസ്സ് കളക്ഷൻസൊക്കെ. പിന്നെ മറ്റ് ആ പുറകിൽ കാണുന്നതും പിന്നെ മറ്റ് കരകൗശല സാധനങ്ങളും ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്യാൻറ്റീൻ വിലയ്ക്ക് പബ്ലിക്കിന് കിട്ടും. അതിനുള്ള സ്റ്റോറും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കിഡ്സിനായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡാണ് മെയിനായിട്ട്. ഫുഡ് സ്റ്റോളുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന അവരുടെ BSFൻ്റെ ഡ്രോണാണ്. അതെങ്ങനെയാണ് ഫ്ലൈ ചെയ്യുന്നതെന്നൊക്കെ അവരിവിടെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഗ്യാസ് ഗണ്ണും മറ്റു ഉപകരണങ്ങളും എല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ അവർ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ടാറ്റ ബൈ ബൈ.